എല്ലാം നഷ്ടമായെന്ന് തോന്നിയാൽ, കൂടെ ആരുമില്ലെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നോക്കാം. ആ തീ അവനാണ്. ലക്ഷ്യം തെറ്റിയ പെനാൽറ്റി മുതൽ അവർക്ക് ആഘോഷിക്കാനുള്ളതുണ്ടായിരുന്നു. ആദ്യ 78 മിനിറ്റ് വരെ 2 ഗോൾ പിന്നിൽ. അപ്പോഴേക്കും ആകാശനീലിമ കരുത്തിരുണ്ടിരുന്നു. എന്നാൽ 79ാമത് മിനിറ്റിൽ പ്രതീക്ഷയുടെ ആദ്യ പ്രഹരം ഈജിപ്ഷ്യൻ മതിൽക്കെട്ടുകളെ തകർത്ത് തരിപ്പണമാക്കി ക്രിസ്ത്യാനോ റൊമേറോ ആദ്യ ഗോൾ നേടുന്നുണ്ട്. ആ സമയം അർജന്റീനൻ ആരാധകർ ഒരു നെടുവീർപ്പിട്ടു. തുടർന്നങ്ങോട്ട് ഏറെ ആകാംക്ഷാഭരിതമാകുന്ന നിമിഷങ്ങൾ. 83ാം മിനിറ്റിൽ അറ്റ്ലാന്റ സ്റ്റേഡിയം ഈറനണിഞ്ഞു. അവരുടെ ദൈവം അവതരിച്ചു. അപ്പോഴേക്കും പ്രതിരോധ നിരയെ തകർത്ത് തരിപ്പണമാക്കി തൻ്റെ ഇടംകാലിൽ മാന്ത്രികതയുടെ മായാജാലങ്ങൾ തീർത്ത് ഇരുണ്ടതിരുന്ന ആകാശ നീലിമയെ സൂര്യപ്രഭയാൽ നീലമയമാക്കി കഴിഞ്ഞിരുന്നു മെസ്സി. അവിടം കൊണ്ട് തീരുന്നില്ല. 93ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ കായിക മികവിൽ മറ്റൊരു ഗോൾ കൂടി അർജന്റീന നേടുന്നു. ഈജിപ്ഷ്യൻ വല പിന്നെയും കുലുങ്ങും. ഒരു സിനിമ ക്ലൈമാക്സിനോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള മനോഹരമാകുന്ന ത്രില്ലിംഗ് മത്സരം. കായിക ലോകം തന്നെ ഏറെ അത്ഭുതത്തോട് കണ്ട കാഴ്ചകൾ. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുവെങ്കിൽ പോലും അർജന്റീന എന്നും അജയ്യരായി തുടരുകയാണ്. മടക്കമായി എന്ന് പറഞ്ഞ് ആദ്യമേ ആഘോഷിച്ചവർ അവന്മാർക്ക് മുന്നിൽ ഇവർ ആടെ തീർത്തപ്പോൾ കായിക ലോകം കണ്ടത് ഏറ്റവും സുന്ദര സുരഭിലമാകുന്ന ഒരു പോരാട്ടം. ലോകാത്ഭുതങ്ങളിലെ മറ്റൊരു അമാനുഷികൻ ഉള്ളിടത്തോളം കാലം അർജന്റീനൻ വീരന്മാർ എന്നും വിജയത്തിന്റെ തിളക്കങ്ങളിലാൽ നിറഞ്ഞു നിൽക്കുമെന്ന കാര്യം തീർച്ചയാണ്. ആകാശനീലിമ നീലമയത്തിൽ എന്നും തുടരുമെന്നതും തീർച്ചയാണ്. ഒരു ലോകം, ഒരു ലോകകപ്പ്. ആ ലോകകപ്പിന്റെ വേദികളിൽ എന്നും വിസ്മയങ്ങൾ കാട്ടാൻ അവനുള്ളിടത്തോളം കാലം ആ ലോകകപ്പ് മോഹിച്ചാരും ആ വഴി വരേണ്ടതെന്നും വീണ്ടും അവൻ തെളിയിച്ചു കഴിഞ്ഞു.